നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 10 ചൊവ്വാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ വിവാദങ്ങളിൽ അകപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിവാഹ കാര്യങ്ങളിൽ തടസ്സങ്ങളോ ക്ലേശങ്ങളോ അനുഭവപ്പെട്ടേക്കാം. പങ്കാളിക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾക്കും സർക്കാർ തലത്തിൽ നിന്നുള്ള ദോഷാനുഭവങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തുക. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകേരം ആദ്യ പകുതി ഭാഗം. ലക്ഷ്യബോധത്തോടെയുള്ള പ്രവർത്തനം വിജയത്തിലേക്ക് നയിക്കുന്ന ദിവസമാണിത്. വിദേശയാത്രയ്ക്കോ വിദേശത്ത് ജോലി ലഭിക്കാനോ ഉള്ള അവസരങ്ങൾ തെളിഞ്ഞുവരും. കാര്യശേഷി വർദ്ധിക്കുന്നതിനൊപ്പം സാമ്പത്തികമായ നേട്ടങ്ങളും ഈ ദിവസം പ്രതീക്ഷിക്കാം. മിഥുനം രാശി മകേരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖലകളിൽ ഉള്ളവർക്ക് വലിയ വിജയം സ്വന്തമാക്കാൻ സാധിക്കും. പൊതുപ്രവർത്തകർക്ക് അനുയായികളെ ഏകോപിപ്പിക്കാനും സംസാര ചാതുര്യം കൊണ്ട് മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചുപറ്റുവാനും അവസരം ലഭിക്കും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. മുതിർന്നവരുമായോ ഗുരുജനങ്ങളുമായോ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടുന്നത് ദോഷകരമായി ബാധിച്ചേക്കാം. സന്താനങ്ങളുടെ കാര്യത്തിൽ ചെറിയ വിഷമങ്ങൾക്കും പ്രണയ നൈരാശ്യത്തിനും സാധ്യതയുണ്ട്. ശിരോരോഗങ്ങൾ അലട്ടിയേക്കാം എന്നതിനാൽ ആരോഗ്യം ശ്രദ്ധിക്കുക. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. കോപശീലം നിയന്ത്രിച്ചില്ലെങ്കിൽ നല്ല അവസരങ്ങൾ കൈമോശം വരാൻ ഇടയുണ്ട്. പ്രിയപ്പെട്ടവരുടെ വിരഹം മനസ്സിനെ അലട്ടിയേക്കാം. അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാനും കുടുംബാംഗങ്ങൾക്കിടയിൽ ചെറിയ അനിഷ്ടങ്ങൾ ഉടലെടുക്കുവാനും സാധ്യത കാണുന്നു. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ബാങ്ക് ലോണുകളോ മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങളോ ലഭിക്കാൻ അനുകൂലമായ ദിവസമാണിത്. സന്താന ഭാഗ്യം, ധനധാന്യ വർധനവ്, ഭക്ഷണസുഖം എന്നിവ ഉണ്ടാകും. കുടുംബാംഗങ്ങളോടൊപ്പം ഉല്ലാസയാത്രകൾ നടത്താൻ അവസരം ഉണ്ടാകും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. വിദേശവാസത്തിനും അന്യദേശത്തെ തൊഴിലിനും സാധ്യതയുണ്ട്. എങ്കിലും ഇത് എല്ലാവർക്കും ഒരേപോലെ ഗുണകരമാകണമെന്നില്ല. ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകളോ ഉഷ്ണരോഗങ്ങളോ ഉള്ളവർ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ശത്രുക്കളുടെ നീക്കങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാനും വിജയം വരിക്കാനും സാധിക്കും. രാഷ്ട്രീയ രംഗത്തുള്ളവർ ഉയർന്ന പദവികൾ നേടിയെടുക്കാൻ സാഹചര്യം ഒരുങ്ങും. സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. കലാകാരന്മാർക്ക് പ്രശസ്തി വർദ്ധിക്കുമെങ്കിലും ചില അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നേക്കാം. ദീർഘകാലമായുള്ള ആഗ്രഹപ്രകാരം വിദേശത്ത് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. ശത്രുശല്യവും നിയമപരമായ തർക്കങ്ങളും ഉണ്ടാകാതെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. സർവ്വസുഖഭോഗങ്ങളും ആദരവും ലഭിക്കുന്ന ദിവസമാണിത്. കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കാൻ സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഗണിതശാസ്ത്ര വിഷയങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ദമ്പതികൾക്കിടയിൽ മികച്ച ഐക്യവും സന്തോഷവും നിലനിൽക്കും. സന്താന ഭാഗ്യത്തിനും ഉന്നത വ്യക്തികളിൽ നിന്നോ സർക്കാരിൽ നിന്നോ ആനുകൂല്യങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. പുതിയ ബിസിനസ് കരാറുകളിൽ ഒപ്പുവെക്കാൻ അനുകൂലമായ സമയമാണിത്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. അഗ്നി, ആയുധം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം. അനാവശ്യ കൂട്ടുകെട്ടുകൾ വഴി ചെലവുകൾ വർദ്ധിക്കാൻ ഇടയുണ്ട്. ബിസിനസ് രംഗത്ത് ചില തിരിച്ചടികൾക്കോ അടുത്ത ബന്ധുക്കളുടെ വിയോഗത്തിനോ സാധ്യത കാണുന്നതിനാൽ മനക്കരുത്ത് പുലർത്തുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV. 9746812212.